കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ഓർമ്മയായിത്തീർന്ന രണ്ട് സംഗീത സംവിധായകർ തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു സംഗീത കോളേജിലെ സതീർത്ഥ്യരായിരുന്നു. രവീന്ദ്രനും MG രാധാകൃഷ്ണൻ. വർഷങ്ങൾക്ക് മുൻപ് അപ്രതീക്ഷിതമായൊരു സമാഗമത്തിൽ ആകാശവാണിക്ക് വേണ്ടി അവർ മനസ്സ് തുറന്നു. ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ? ഞങ്ങളൊക്കെ ഒരുമിച്ച് 1958 മുതലൊക്കെ അക്കാഡമിയിൽ പഠിച്ചവരാണ്. ഞാൻ രവിയൊക്കെ ഫിലിം ട്രസ്റ്റിൽ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണന്, ഞാൻ, സട്ടൻ, പിന്നെ വേറെ ഫിലിം ഇൻഡസ്ട്രിയിൽ വാസുദേവൻ ഇടയ്ക്ക് പാടാറുണ്ടല്ലോ. ക്ലാസിക്കൽ ഒരു പാട്ട് ഒന്ന് പാടുന്നുള്ളതല്ലാതെ ഒരു ഫിലിമായിട്ട് കൂടുതൽ ബന്ധം വാസുദേവനില്ലല്ലോ. ലൈറ്റ് ആയിട്ടുള്ള അല്ല, ക്ലാസിക്കലായിട്ടുള്ള. ഇപ്പൊ എനിക്ക് മഴയിൽ പാട്ടിണ്ടായിരുന്നു. അല്ല, അന്നത്തെ ഇവരെയൊക്കെ ഒന്ന് ഓർക്കാനൊരു സന്ദർഭം. വാസുദേവൻ, പിന്നെ കുമാരകേരളവർമ്മ, പിന്നെ ഇത്രയോ പേരുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗുരുക്കന്മാര് എത്രയോ പറഞ്ഞാൽ തീരാത്ത അല്ലേ. പ്രിൻസിപ്പാളിറ്റി ഇരിക്കുമ്പോൾ അദ്ദേഹം തന്നെ പ്രിൻസിപ്പാളിറ്റി ഇടയ്ക്ക് GNB, അതെ, അദ്ദേഹത്തിൻ്റെ മരണമൊക്കെ അവിടെ വെച്ചായിരുന്നില്ല ട്രിവാൻഡ്രത്ത്. അതിനുശേഷം പിന്നെയും ചെമ്മാകുടി സ്വാമി തന്നെ പ്രിൻസിപ്പാളായിട്ട് വന്നു. അന്ന് മ്യൂസിക് അക്കാഡമി ആയിരുന്നു. പക്ഷെ അത് ഇത്രയും പ്രഗത്ഭരായ ആളുകൾ വന്ന് ചേരാനും ഞങ്ങൾക്ക് ആ സമയത്ത് പഠിക്കാനും പറ്റിയതാണ് ഏറ്റവും വലിയ ഭാഗ്യമായത്. ഒരു ദൈവീകമായ ഒരു അന്തരീക്ഷം ആയിരുന്നു നമ്മളൊക്കെ പഠിക്കുമ്പോൾ. ഭയം മാത്രമല്ല, അതിനകത്ത് കയറി കഴിഞ്ഞാലേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അക്കാഡമിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഡാൻസിൻ്റെ ചിലങ്ക് കേൾക്കാം, ഒരിടത്ത് വയലിൻ പഠിപ്പിക്കുന്നത് കേൾക്കാം, വേറിടത്ത് വായ്പാട്ട്, ഇങ്ങനെയൊക്കെ കേൾക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം അതിൻ്റെ മുറ്റത്തൊരു മുല്ല ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? വലിയൊരു മുല്ല. ആ മുല്ലപ്പൂവിൻ്റെ മണവും ആ കോളേജിലെ സംഗീത സംബന്ധമായിട്ടുള്ള ആ ശബ്ദവും കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു. അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആരൊക്കെയാണ്? KS നാരായണ സാർ, വീണ, സേതുരാമീര് സാറ്, പിന്നെ കല്ലടക്കുറിച്ചി അരികര ഭാഗവതര്, നെല്ലായി കൃഷ്ണപുർ സാറ്, പ്രഭാവർമ്മ സാറ്, അവരൊക്കെ വളരെ എന്താ പറയണ്ടേ, അവരുടെ സീനിയോറിറ്റിയും താഴെ വന്നവരാണ്. പ്രഭാവർമ്മ സാർ വരെയുള്ളവര്. ശങ്കരൻകുട്ടി സാറിന് ഓർമ്മയുണ്ടോ ഡാൻസ്? പിന്നെ പിന്നെ ചാലക്കുടി നാരായണസ്വാമി. നമ്മൾ സംസ്കൃതം പഠിപ്പിച്ച് ഒരു മാഷുണ്ടായിരുന്നു, എന്താണ് ഓർമ്മയുണ്ടോ പേര്? ആ പ്രായം ചെന്ന് പേര് സാറല്ല, കൃഷ്ണമാചാരി. കൃഷ്ണമാചാരി സാർ. ഇവരൊക്കെ നെല്ലാകൃഷ്ണൻ സാറ്, അല്ല, നമ്മുടെ കുമാരവർമ്മ, പിന്നെ ഇദ്ദേഹം ചെമ്മാകുടി സ്വാമിയുടെ പ്രഥമ ശിഷ്യൻ കേദാരൻ സാർ. കേദാരൻ സാർ ഒരു ദിവസം ഒരു കാര്യം അറിയാം, എൻ്റെ രാഗം പാടാൻ പറഞ്ഞു. അപ്പോൾ ടോട്ടലി വന്നിട്ട് അന്ന് നമ്മുടെ ശാസ്ത്രീയ സംഗീതം പാടുന്ന ഒരു പണ്ട് മുതലുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വിട്ടിട്ടാണ് ബാലമുരളി കൃഷ്ണ അദ്ദേഹം തുടങ്ങിയത്. അപ്പോൾ വാസ്തു ഞങ്ങളപ്പോൾ അന്ന് ചെറുപ്പക്കാരായ ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി, ഇത് ബാലമുരളിയുടെ ആ ആലാപന ശൈലിയും മറ്റുമൊക്കെ ഒരു പ്രത്യേക രീതിയായുണ്ട്, ഞങ്ങൾ വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ എൻ്റെ രാഗം പാടാൻ പറഞ്ഞു ആര്? നമ്മുടെ പിന്നെ കേരള സാറ്. ഞാൻ കല്യാണി പാടിയപ്പോൾ എൻ്റെ സാറ് ചോദിച്ചത്, എന്നടാ എവനോ ഒരുത്തൻ സേല കെട്ടിയിട്ട് നടക്കരേന്ന് ചൊല്ലിട്ട് നീയും സേല കെട്ടലാമാ അത് ചോദിച്ചത്. വെറുതെ അല്ല, എന്തറിയോ, നമ്മുടെ ആ സമ്പ്രദായങ്ങൾ വിട്ട് പാടിയുണ്ട്. എന്നിട്ട് സാറ് എൻ്റെ ബുക്കൊക്കെ എടുത്ത് വെളിയിട്ടു. കേരള സാറ്, അതെ, ആ ദേഷ്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട്. എനിക്കൊരു വലിയ അനുഭവം ഉണ്ട് കേട്ടോ. പിന്നെ അതായത് 4th ഇയറിലാണ് ഗാനഭൂഷണത്തിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കല്ലടക്കുറിച്ചി അരിയർ ഭാഗ സാറ് ക്ലാസ്സിൽ വരും. അപ്പം അദ്ദേഹം ഈ പിന്നെ ഒരു പൊടിയെടുപ്പി വെച്ചിട്ടുണ്ട്, പിന്നെ കന്നുകൊമ്പിലും കണ്ടുള്ളത്. അപ്പോൾ ഈ പൊടി അതിനകത്ത് അടിച്ച് നിറച്ച് വെച്ചിരിക്കുക. ഒരു ആനക്കൊമ്പിൻ്റെ ഒരു ചെറിയൊരു സൂചി പോലെ സാധനമുണ്ട്, അത് വെച്ച് ഞാൻ കുത്തുക അതിൽ. അപ്പോൾ ഒരു പ്രാവശ്യം ഇദ്ദേഹം കുത്തിയപ്പോൾ ഞാൻ അവിടെ നിന്ന് പീ പീ എന്ന് പറഞ്ഞു. ശീവള്ളി, ലാസത്തിൻ്റെ ശീവള്ളിയിൽ എന്നെ ഒരു 3 മാസം ക്ലാസ്സിന് വെളി നിർത്തി. ക്ലാസ്സിന് വെളി നിർത്താൻ വീട്ടിൽ പോരാൻ നോക്കില്ല. ഈ സ്വരം പാടി വരുമ്പോൾ ഞാൻ വെളിയിൽ നിന്ന് പാടണം. അപ്പോൾ ഒരു 10-75 പെൺകുട്ടികളുള്ള ക്ലാസ് ഗാനഭൂഷണത്തിന് ഞങ്ങൾ 8 പേരോ 9 പേരോ വെച്ചേ ഉള്ളൂ.
അപ്പോൾ ഇതുങ്ങളൊക്കെ വന്ന് നോക്കുമ്പോൾ ഞാൻ വെളിയിൽ നിന്ന് സ്വരം പാടുക, ബാക്കിയുള്ളവരൊക്കെ അകത്ത്. രാധാകൃഷ്ണൻ, ഞാൻ ഹനുമാൻ വേഷം കിട്ടുന്ന ഓർമ്മയുണ്ടോ? ഇവനെ ഹനുമാൻ ദേവി എന്ന് വിളിക്കുക. കാരണം എന്താ പറയുക, ഞാൻ ഈ മുഖം ഇങ്ങനെ ഹനുമാനെ പോലെ ആക്കും. ആ കിട്ടി തമ്പുരു എടുത്തിട്ട് ഇങ്ങനെ നേരെ തിരിച്ചു വെച്ച് ഗത പോലെ ആക്കും. ഇത് സ്വാമി അറിഞ്ഞ്, ചെമ്മാങ്കുടി സ്വാമി, ഇടേ നീ വന്ന് ഹനുമാനുடைய വേഷം കിട്ടും ചൊല്ലിടാ, എപ്പിടാ അത്. ഞാൻ തമ്പുരു എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എമ്മേലെ സാടാ സ്വാമി കേട്ടോ. അയ്യോ, എന്താണ് അന്നത്തേക്ക് ഒരു അല്ലേ. ഇപ്പൊ ഇതൊക്കെ നമുക്ക് ഓർക്കാനേ സാധിക്കും. ഇനിയിപ്പോ നമുക്കൊക്കെ അങ്ങനെ ഒരു കാലം ഇനിയിപ്പോ എപ്പോഴാ രാധാകൃഷ്ണ? യേശുദാസ്, രവി, ഞാൻ, നെയ്യാറ്റിൻകര വാസുദേവൻ, കുമാരകർലോർമ്മ, പറയാണ്ട് ഒരുപാട് പേരുണ്ട്. ജനാർദ്ദനൻ ഇവിടുത്തെ തൃപ്പൂണിത്തുറ അക്കാഡമിയുടെ പിന്നെ ലെക്ചറായിട്ടും പ്രൊഫസറായിട്ടും ഒക്കെ ഇരുന്നു. രാധാകൃഷ്ണൻ കോട്ടയം സുഖിന് ഓർമ്മയുണ്ടോ? അയാൾ പിന്നെ കോട്ടയം സുഖം ഇവിടെ പിന്നെ നമ്മുടെ പിന്നെ അക്കാഡമിയിൽ പ്രൊഫസറായിട്ടൊക്കെ ഇരുന്ന സുഖു. പിന്നെ അതുപോലെ നമ്മുടെ ആര്യനാട് സദാശിവൻ. സദാശിവന്റെ പേര് ആദ്യം വിക്ടർ എന്നായിരുന്നു. അതെ അതെ. ആര്യനാട് സദാശിവൻ ഇവിടുത്തെ മ്യൂസിക് അക്കാഡമിയിലെ പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തല്ലോ. ആയി. അതൊക്കെ പഴയ കാല സുഹൃത്തുക്കളെ കുറിച്ചുള്ള ഒരു ഓർമ്മയാണ്. നിഴലായോർമകൾ ഒഴുകി വരുമ്പോൾ തഴുകാൻ മോഹം പ്രിയേ, ഒരു നാളെങ്കിലും ഒരുമിച്ചു വാഴാൻ മനസ്സിൽ ദാഹം പ്രിയേ, നിഴലായോർമകൾ ഒഴുകി വരും. പോലും അറയിൽ നിന്നും ചിറകുകളേകുന്നു ആരോ, അതിനൊരു താളം ശ്രുതിയിൽ ലയമായി മിഴികളിലേകുന്നു. എന്തെന്തു മോഹങ്ങളെന്നുള്ളിലും ചിന്തുന്നു മൗനങ്ങൾ നിന്നെഞ്ചിലും, നിമിഷമൊരൊന്നു കൊഴിഞ്ഞു വീഴുമ്പോഴും നിഴലായോർമകൾ ഒഴുകി വരുമ്പോൾ. ട്രിവാൻഡ്രത്ത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ രാധാകൃഷ്ണനെയും കുടുംബത്തെയും എപ്പോഴും അവിടെ പഠിച്ചിരുന്ന സർവ്വ ആൾക്കാരും ദാസടക്കം കേട്ടോ ഓർക്കും. കാരണം എന്തറിയോ, ഈ അക്കാഡമി നമ്മുടെ മേട്ടുകടയ്ക്ക് പോകുമ്പോൾ ഇവരുടെ വീട്, രാധാകൃഷ്ണൻ്റെ വീട് ഒരു താഴെ ഒരു 4-5 പടി ഇറങ്ങിയിട്ടാണ് താഴേക്ക്. അവിടെ നിന്ന് ഈ മാങ്ങ അച്ചാറും വെള്ളവും കുടിക്കാത്ത ഒരു തിരുവനന്തപുരത്ത് പഠിച്ചിട്ടുള്ള ഒരൊറ്റ അക്കാഡമി പഠിച്ച ഒറ്റ വിദ്യാർത്ഥിനും ഉണ്ടാവില്ലേ അല്ലേ? കാരണം അക്കാഡമി അടുത്തായിരുന്നേ. അപ്പൊ എല്ലാരും ഞങ്ങളൊക്കെ ഒരേ കൂട്ടായിട്ട് ഇങ്ങനെ പോകുമല്ലോ. അപ്പൊ അവിടെ ഇപ്പൊ ഈ അച്ചാറും ഒക്കെ ഉണ്ടാവും. പിന്നെ എത്രയോ മനസ്സിൻ മണിച്ചിമിഴിൽ പനിനീർത്തുള്ളിപ്പോ വെറുതെ പെയ്തു നിറയും
രാത്രി മഴയാ ഓർമ്മകൾ മനസ്സിൻ കോളേജ് വിട്ടതിന് ശേഷം ഈ കോളേജിൽ ഞാൻ എക്സാമിനേഷൻ എഴുതുമ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടി ആകാശവാണിയിൽ തമ്പുരു ആർട്ടിസ്റ്റായിട്ട്. പാസ്സാവുന്നതിന് മുമ്പ് തന്നെ കിട്ടി. വരുന്നതിനും ജോലി കിട്ടി എനിക്ക്. ഞാനവിടെ 6 വർഷം പാസ്സായിട്ടുണ്ടായിരുന്നല്ലോ ലൈറ്റ് മ്യൂസിക്. അങ്ങനെ അത് വെച്ചിട്ട് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ കമ്പോസറായി, പിന്നെ സീനിയർ കമ്പോസറായി. അങ്ങനെയാണ് ആകാശവാണി റിപ്പീറ്റ് ചെയ്യുന്നത്. അത് ലൈറ്റ് മ്യൂസിക് ചെയ്യാനുള്ളൊരു ജോലിയായിരുന്നു എനിക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് പാട്ട് പാടാനും കമ്പോസ് ചെയ്യാനും ഒരാഗ്രഹം വന്നു. പാട്ട് പാടാനാണ് ഞാൻ പോയത്. പക്ഷേ എങ്കിലും ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള ഇതിലല്ല എനിക്ക് എൻ്റെ മനസ്സിൽ കിടന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആകാശവാണി വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് മ്യൂസിക് അല്ലേ, അപ്പോൾ കമ്പോസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ഘനശ്യാമസന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമസന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമസന്ധ്യാഹൃദയം നീരാഞ്ജന സമരുചിരം നിരവധ്യമീ നടനവിലാസം പകലുമിരവും പകരും പദചലനലയ മേളം ആ ഘനശ്യാമസന്ധ്യാഹൃദയം നിറയെ. ആദ്യം ചെയ്ത് ഞാൻ പറയാം. പെരുവഴിയമ്പലല്ലേ? പെരുവഴിയമ്പലം. അതിനുശേഷമല്ലേ തമ്പ്? അതിനുശേഷം തമ്പ്, അതിനുശേഷം 2 ജന്മം, അതിനുശേഷം പിന്നെ ഇത് നമ്മുടെ മുക്കുറ്റി തിരുതാളി, അതിനുശേഷമാണ് ചാമരം വരുന്നത്. മുക്കുറ്റി തിരുതാളി കാടും കടലും പറിച്ചു കെട്ടിത്ത ആരവം. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത പൂഹോ മാനോടും മയിലാടും മഞ്ചാടിക്കുന്നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത പൂഹോ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത പറിച്ചു കെട്ടിത്ത കെട്ടിത്ത തിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് ചാമരത്തിൽ ഒരു പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ രവി വന്നതിനകത്ത് ഞാൻ എൻ്റെ ആദ്യത്തെ പടം ചൂള.
മിഴിതളിൽ കണ്ണീരുമായി താഴെ തിരയുവതാരേ നീ ഏതോ കിനാവിൻ്റെ ഏകാന്ത തീരത്തിൽ പൊലിഞ്ഞു നിൻ പുഞ്ചിരി. ഞാൻ വാസ്തവത്തിൽ യേശുദാസിനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് വണ്ടി കയറിയാളാ പാട്ട് പാടി ആദ്യം ഞാൻ സത്യമാഷക്ക് വേണ്ടിയിട്ട് ബാബുക്കട മ്യൂസിക്കിൽ വെള്ളിയാഴ്ച എന്നൊരു പടമാണ് ഞാൻ പാടി തുടങ്ങിയത്. പാനപാത്രത്തിൽ പാലോ ഏനോ പനീരോ അങ്ങനെ ബാബുരാജ് എന്ന മാന്ത്രിക സംഗീതജ്ഞൻ്റെ കീഴിൽ ഞാൻ ആദ്യമായി വെള്ളിയാഴ്ച എന്ന സിനിമയിൽ സത്യമാഷക്ക് വേണ്ടിയിട്ട് ഞാനും ജാനകിയമ്മയും കൂടെ ഒരു പാട്ട് പാടി. രാത്രിയിലൊഴുകിയെത്തും ദിവ്യാനുരാഗത്തിൻ മന്ദാകിനി ഇന്നു മല്ലായുധക്കാവിൽ മതിരോത്സവം. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 10-30 പടങ്ങൾ ഞാൻ പാടുന്നുണ്ട്, അരയും മുറിയായിട്ടൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി നമുക്കൊക്കെ ഇതൊക്കെ പിടിച്ചു നിൽക്കുക. എവിടെയോ ഒരു കുറവ് ഒരാശ നമുക്കത് അല്ല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, നമുക്കത് എന്താണെന്ന് മനസ്സിലാവില്ല. അത് അപ്പോൾ ആ കുറവുകൾ ഉണ്ടായിരിക്കണമല്ലോ. ഒരു പക്ഷേ നമുക്ക് ആ രംഗത്ത് അത്രത്തോളം അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് മധുരാശി ജീവിക്കണ്ടേ. മനസ്സിൽ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു കമ്പോസിങ്ങിനോടുള്ള ഒരു മൂഡായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഡബ്ബിങ് പരിപാടി, ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്, എന്നാലും ഡബ്ബിങ്ങാണ് എന്നെ ഒന്ന് മദ്രാസിയിൽ നിലനിർത്തിയ ഒരു ട്രാക്ക്. പിന്നെ കഴിഞ്ഞിട്ട് ദാസറിൻ്റെ ഒരു സപ്പോർട്ട് കൂടി തന്നെ ഞാൻ ആദ്യത്തെ പടം ചെയ്തത്. അങ്ങനെ ദാസേട്ടൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഭരണി സ്റ്റുഡിയോയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, ദാസേട്ടൻ എനിക്കിങ്ങനെ ഈ ഡബ്ബിങ് ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്, പിന്നെ ഇപ്പോൾ അങ്ങോട്ട് കാലം തള്ളണം, ഒരു വണ്ടി വാങ്ങിയാൽ എന്താണെന്ന് ഇങ്ങനെ നിനക്ക് എന്തിനാടാ വണ്ടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഓടിച്ചു നടക്കാനില്ല, ഈ പ്രൊഡക്ഷനായിട്ടൊക്കെ നമുക്ക് ബന്ധങ്ങളുണ്ട്, അപ്പോൾ ഒരു ടാക്സി മാറി വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ഉപജീവനം എന്നുള്ളതിലേക്ക് ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞു, നിനക്ക് നമുക്കൊന്നും ഈ പിന്നെ ബിസിനസ് എന്നുള്ള കാര്യം നമുക്കൊന്നും ഒത്തുവരില്ല, പറഞ്ഞ സ്ഥലേ ഒരു കാര്യം ചെയ്യും, നീ ഒരു പടത്തിന് മ്യൂസിക് ചെയ്യുക. അന്നൊക്കെ ഈ മ്യൂസിക് ചെയ്ത് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്നാര് എന്നൊക്കെ അങ്ങോട്ട് ഒരു 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 അങ്ങനെ തീരുമാനമുണ്ട്. അങ്ങനെ ഇങ്ങാരുടെ റെക്കമെൻഡിലാണ് ഞാൻ ശശികുമാർ സാറിൻ്റെയൊക്കെ ചൂള എന്നുള്ള പടം ചെയ്തത്. നിന്നെഞ്ചിലുണരാറുണ്ടോ മോഹങ്ങളിന്നും നിന്നെ പുൽകുമോ മനസ്സിന്റെ മായാവാതിൽ തുറന്നിടും നൊമ്പരത്ത നീരാഗ പൂജ ചെയ്യുമോ. പിന്നെ അതിനുശേഷം ദൈവം സഹിച്ചിട്ട് ഇപ്പോഴും അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ വന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഒരുവിധം പിടിച്ചിരിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മളാണെന്ന് തോന്നുന്നത് കേട്ടോ. പിന്നെ അത്ര ഒരുപാട് പടമൊന്നുമില്ലെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മളെപ്പോഴും നമ്മുടെ സാന്നിധ്യം ഉണ്ട് ഇവിടെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു, എനിക്ക് എൻ്റെ ഒരു ഫീലാണ്. എന്തറിയോ, ഏകദേശം മരിക്കുന്നവരിക്കൊക്കെ നമ്മളൊക്കെ മ്യൂസിക് ചെയ്യും. കാരണം എന്താ അറിയോ, ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ അറിയോ, കാലഘട്ടത്തിനനുസരിച്ചുള്ള അത്യാവശ്യം മാറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് ആവശ്യമാണല്ലോ അല്ലേ. നമ്മളിപ്പോൾ വന്നിട്ട് നമ്മൾ ഇതേ ചെയ്യും ഇന്നതേ ചെയ്യുന്നതൊക്കെ പിടിവാശി നമുക്ക് അത് ശരിയാവില്ല സിനിമയെ സംബന്ധിച്ചോളം. കാരണം ഈ സിനിമ ഗാനങ്ങളെന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനോ രാധാകൃഷ്ണൻ്റെ കുടുംബത്തിനോ വേണ്ടിയിട്ടുള്ളതല്ലല്ലോ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം കാലഘട്ടത്തിനനുസരിച്ചുള്ള ചെറിയ മാറ്റം മാനസികമായിട്ടും സംഗീതപരമായിട്ടും എല്ലാ രീതിയിലും വേണ്ട രാഷ്ട്രം. ആ തീർച്ചയായിട്ടും.
യശശരീരരായ സംഗീത സംവിധായകർ രവീന്ദ്രനും MG രാധാകൃഷ്ണനും പങ്കെടുത്ത സൗഹൃദ സംഭാഷണം തുടർന്ന് കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.